ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 25 ഫെബ്രുവരി 2024. ഇന്ന് ആറ്റുകാലിൽ പൊങ്കാലയാണ്. എൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് ഞാനും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. പൊങ്കാലയുടെ സ്ഥലം കിട്ടിയത് നമുക്ക് ബിൽമ ഫാക്ടറിയുടെ അടുത്താണ്. അമ്പലക്കരയാണ് സ്ഥലം. കൃത്യം 10:30 തന്നെ നമ്മളെ പൊങ്കാല അടുപ്പ് കത്തിക്കാനുള്ള തീ വന്നിട്ടുണ്ട്. ഈ പൊങ്കാലയ്ക്ക് മുമ്പ് ചെറിയൊരു മഴ പെയ്തായിരുന്നു. എല്ലാവരും പറയുന്നത് അത് ദേവി കടാക്ഷിച്ചാണ്, അല്ലെങ്കിൽ സ്ഥലമെല്ലാം ചിത്രീകരിച്ചാണ്. നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, കാരണം വേറെ ഒന്നുമല്ല. എന്നാലും ഇന്ന് രാവിലെയോ മഴയൊന്നുമില്ല. ആ പൊങ്കാലയ്ക്ക് തൊട്ട് മുമ്പ് ചെറുതായിട്ട് മഴ പെയ്തു. അത് നല്ല പെയ്ത മഴയൊന്നുമല്ല, ജസ്റ്റ് നമ്മളെ നനയ്ക്കുക എന്ന രീതിയിൽ മാത്രം പെയ്ത മഴ. അതെല്ലാ വർഷവും ആ ആറ്റുകാല പൊങ്കാല സമയമാകുമ്പോഴത്തേക്കും പെയ്യുന്ന മഴയാണ്. നമുക്ക് പൊങ്കാലയുടെ സ്ഥലം കിട്ടിയത് ഈ വീട്ടിൻ്റെ മുറ്റത്താണ്. ഇതാണ് ആ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൻ്റെ അവസ്ഥ. ഇങ്ങനെയൊക്കെയാണുള്ളത്. കൃത്യസമയത്ത് തന്നെ പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം വേറൊന്നുമല്ല, ആറ്റുകാൽ ഏറ്റവും വലിയ ഒരു പൊങ്കാല നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 10-12 കിലോമീറ്ററോളം വൈഡ് ഏരിയയിൽ ഈ പൊങ്കൽ നടക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ കോവിലിൽ നടക്കുന്ന പൊങ്കാല അടുപ്പിൽ നിന്നുള്ള തീ എടുത്താണ് ഈ പൊങ്കാലയ്ക്ക് ഉള്ള തീ സ്പ്രെഡ് ചെയ്യുന്നത്. ഇതാണ് ബിൽമ ഫാക്ടറിയുടെ മുന്നിലുള്ള റോഡ്. നമ്മൾ ആദ്യം ഇവിടെ വരാമെന്ന് വിചാരിച്ച് നമ്മൾ 5:30 ആയപ്പോഴത്തേക്ക് നമ്മൾ എത്തിയതാണ്. പക്ഷേ നടന്നില്ല. ഇവിടെ മൊത്തം അപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര തിരക്കായി. അതുകൊണ്ട് നമുക്കൊരു വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് ഒരു വീട് കിട്ടി. പിന്നെ ആ വീടിൻ്റെ അകത്ത് കയറി നമ്മൾ പൊങ്കാല എടുക്കുന്നത്. വണ്ടി ഒരു സ്ഥലത്ത് സേഫായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ കാറിൻ്റെ ഡിക്കി എന്നെ തുറന്നിട്ട് അതിൻ്റെ പുറത്ത് പേപ്പർ വിളിച്ചിട്ട് തറയിലും പേപ്പർ വിളിച്ചിട്ട് ഞാൻ അതിൻ്റെ പുറത്തേക്ക് കയറി കിടപ്പായിരുന്നു. കാരണം അത്രയ്ക്ക് ചൂടാണ്. ഇപ്പോൾ എൻ്റെ അനിയന്താറിൻ്റെ ഐസ് പൊട്ടിച്ചിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകണമെന്ന് സ്പീഡുണ്ട്. ഇതാണ് അവസ്ഥ. കൃത്യം 2 മണിക്കാണ് ഈ വണ്ടി വന്നതെങ്കിലും 2:30-ക്കാണ് നിവേദിയുള്ളത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പോറ്റി വന്നതിന് ശേഷം വരുന്നു, നടന്നു വരുന്നു. അതിന് ശേഷം പിന്നെ ആ പോറ്റി ഉള്ളോട്ട് പോയി തിരിച്ച് വരുമ്പോൾ നമുക്ക് തിരിച്ച് തരും. അപ്പോഴത്തേക്ക് നമുക്ക് പൊങ്കൽ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. വന്നു നിവേദിക്കുന്നു. ഇതിനുശേഷം നമുക്ക് ആ പൊങ്കലെല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ പോകുന്നതാണ്, കഴിക്കാവുന്നതാണ്. ഇനിയുള്ള വീഡിയോ ഇല്ല, കാരണം ഞാനാണ് വണ്ടി ഓട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. സോ നമ്മളെ വീഡിയോ ഇതുകൊണ്ട് അവസാനിക്കുകയാണ്. പൊങ്കാല എങ്ങനെയുണ്ട് അല്ലെങ്കിൽ പ്രസാദം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.